എറണാകുളം കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ അമ്മയെ ഇന്നലെ രാത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനവിവരം മറച്ചുവെച്ചുവെന്ന കുറ്റത്തിനാണ് അമ്മയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം പെൺകുട്ടികളുടെ അമ്മയും സുഹൃത്തും കുട്ടികൾക്ക് നിരന്തരം മദ്യം നൽകിയിരുന്നതായും പീഡനത്തിന് ഇരയാക്കിയിരുന്നതും മദ്യം നൽകിയതിന് ശേഷമെന്നും പോലീസ് മദ്യം നൽകിയിരുന്നതായി പെൺകുട്ടികൾ മൊഴി നൽകി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വിവരങ്ങൾ. നിഖിൽ, കുറുപ്പുംപടി പീഡനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിലെ കൂടുതൽ ക്രൂരമായ സംഭവങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അത് ഈ കുട്ടികളുടെ മൊഴിയിലൂടെ തന്നെ, ഇല്ലെങ്കിൽ ആ അധ്യാപികയുടെ മൊഴിയിലൂടെ എല്ലാം തന്നെ അത് വ്യക്തമാവുകയാണ്. കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് മുമ്പ് അമ്മ തന്നെ നിർബന്ധിച്ച്, അമ്മയും കാമുകനും ചേർന്ന്, ഇല്ലെങ്കിൽ ആൺസുഹൃത്തും ചേർന്ന് മദ്യം നൽകിയിരുന്നതായും പീഡനത്തിന് ഇരയാക്കുന്നത് അമ്മയുടെ കൂടെ അറിവോടെയായിരുന്നു എന്നതുമാണ് ഇന്നലെ പുറത്തു വന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെ അറസ്റ്റ് ചെയ്തതും പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിൽ കൂടുതൽ വകുപ്പുകൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകിയതിനടക്കമുള്ള വകുപ്പുകൾ കൂടി ചേർത്ത് അതും പോക്സോയിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ കുട്ടികളെ മറ്റാർക്കെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും കുട്ടികൾക്ക് നേരെ ഉണ്ടായി 10ഉം 12ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അമ്മയുടെ കൂടി അറിവോടെ ഇത്തരത്തിൽ പീഡനമുണ്ടായത്. ഈ പീഡനം നടത്തുന്നു എന്ന കാര്യം 2 മാസം മുൻപാണ് അമ്മയെ അറിയിച്ചതെന്നാണ് ഈ ആൺസുഹൃത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പീഡനം നടക്കുന്നതായി പറഞ്ഞത് എന്നതും മറ്റും പറയുന്നത്. എന്നാൽ 2 വർഷമായി തന്നെ ഇത്തരത്തിൽ പീഡനം നടന്നിരുന്നു എന്നതാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതിൽ അമ്മയുടെ പങ്ക്, ഈ മദ്യം നൽകുന്നതിൽ അടക്കമുള്ള അമ്മയുടെ പങ്കും എല്ലാം തന്നെ വ്യക്തമാവുമ്പോൾ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ചത് കേവലം 2 മാസം മുമ്പ് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ ഉണ്ടെന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നതും അതേ ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതുമാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ 2 പേരും റിമാൻഡിലാണ്. ഇതിൽ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ കൈമാറും എന്നതാണ് അറിയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ട്. അതിൻ്റെ ഒക്കെ പരിസമാപ്തിയിലെ കൂടുതൽ പ്രതികളുണ്ടോ എന്നതിലേക്കും എത്തിച്ചേരാൻ പറ്റൂ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നിഖിൽ, ശരി സുധീഷ്. എറണാകുളം കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടികളുടെ അമ്മയെ ഇന്നലെ രാത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ.